ഹായ് ഫ്രണ്ട്സ്, എല്ലാ വർഷവും നമ്മൾ പെരുന്നാളിനൊരു ട്രിപ്പ് പോകൽ പതിവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പതിവ് തെറ്റിക്കാതെ ഇപ്രാവശ്യം നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയത് എമറാൾഡ് റിസോർട്ടിലോട്ടായിരുന്നു കേട്ടോ. പതിവ് പോലെ ട്രെയിനിൽ ഇന്നെ വെറുപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ആളുകളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് റിസോർട്ടിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത്. നല്ല രസമാണ് കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു നമ്മൾ ചെന്ന സമയത്ത്. പിന്നെ അടിപൊളി നേച്ചറാണ് അവിടെ കാണാനുള്ളത്. പിന്നെ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ റൂം വന്നിട്ടുള്ളത്. നമുക്ക് 4 റൂമാണ് ടോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടോട്ടൽ 21 ആളുകൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഈ റൂമിലായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഉച്ചയ്ക്കുള്ള ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ലാതെ നമുക്ക് ഈവനിങ് സ്നാക്സും അതുപോലെ ഡിന്നറും പിറ്റേ ദിവസത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ കളത്തിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ അവരവരുടെ കളികൾ തുടങ്ങി. പിന്നെ വലിയ ആളുകൾ ഊഞ്ഞാലാടാനും സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതുപോലെ വലിയ ആളുകൾക്കും ആകർഷിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ റിസോർട്ട് ഇവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഇരുത്തിയിട്ട് ഷാനിയും ബീജാനും കൂടെ എല്ലാവരെയും ആട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് ഇവിടുത്തെ പൂള് വന്നിട്ടുള്ളത്. ഇത് 3 സെക്ഷനായിട്ടുള്ളൊരു പൂളാണ് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പൂളും അതുപോലെ വലിയവർക്കും പിന്നെ നന്നായിട്ട് നീന്തൽ അറിയാൻ പറ്റിയ ആളുകൾക്ക് പറ്റിയതും ഉണ്ട് കേട്ടോ. ഇത് കുട്ടികളുടെ പൂളായിരുന്നേ. പിന്നെ നമ്മൾ സെക്കൻഡ് പൂളിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്കും ആർക്കും നീന്തൽ അറിയില്ലായിരുന്നു. കൂട്ടത്തിൽ ഉമ്മാക്ക് മാത്രമേ നീന്തൽ അറിയാൻ പാടുള്ളൂ. ഉമ്മ അതിൻ്റെ ഷോ ഓഫൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പൂളിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മളവിടെ പോയിട്ട് പൂളിലായിരുന്നു സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്നത് ഉമ്മ നീന്തണതാണ് കേട്ടോ. ഉമ്മ നന്നായിട്ട് നീന്തും. കുറേ നേരമായി പറയുന്ന മലന്നിടന്ന് നീന്തി കാണിച്ചു തരാം. പക്ഷെ അതെനിക്ക് കണ്ടപ്പോൾ പേടിയായി. അതുകൊണ്ട് ഞാൻ നീന്താൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരം ഉമ്മ നീന്തിയിട്ടുണ്ടായി. ഉമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് നീന്തിയതാണെന്നും പറഞ്ഞിട്ട്. പിന്നെ വണ്ടർലേ പോയ സമയത്തൊക്കെ ഒന്ന് നീന്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത്രയ്ക്ക് അങ്ങോട്ട് നീന്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നന്നായിട്ട് നീന്തുന്നുണ്ടായിരുന്നു. കുറേ മുമ്പ് നീന്തിയതാണ് ഉമ്മച്ചി. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും വെള്ളത്തിൽ കിടന്ന് ആർത്ത് തിമിർത്ത് നിൽക്കുന്ന സമയത്ത് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൂളിൽ മഴയും കൊണ്ടിട്ടാണ് നമ്മൾ വെള്ളത്തിൽ കളിച്ചത്. മഴ പെയ്തെന്ന് കരുതി നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കഴിഞ്ഞ തവണ നമ്മൾ ഇത്രയും പേരുണ്ടായിരുന്നില്ല വന്നപ്പോൾ. കുറച്ച് കുറവായ ആളുകളായിട്ടാണ് വന്നത്. നമുക്ക് 2 റൂം മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് 4 റൂം ഇവർ തന്നിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ മൊത്തത്തിൽ കാണാൻ. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ വെള്ളമൊക്കെ വീഴുന്ന കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ബൊഫേ ആയിട്ടും അല്ലാതെ അവർ സെർവ് ചെയ്യുന്ന രീതിയിലെല്ലാം ഇവിടെ ഉണ്ടാവാറുണ്ട് ഫുഡിൻ്റെ കാര്യം പറയേണ്ടത് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇത് രാത്രിയുള്ള നമ്മുടെ കലാപരിപാടികളാണ് കേട്ടോ. ഡാൻസും പരിപാടികളൊക്കെ ആയിരുന്നു. ഫുള്ള് നൈറ്റ് ഓണായിരുന്നു. അടിപൊളി പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ അടിച്ചു പൊളിച്ചിട്ടാണ് ഈ ഒരു സ്റ്റേ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വൈകിട്ട് നൈറ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് അവിടെ ഒരു ഹൽദി പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കണ്ട് കുറച്ച് സമയമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിന്നർ കഴിച്ച് തിരിച്ചു വന്ന സമയത്ത് സുമതി വളവിൻ്റെ സീരീസ് കുറച്ച് നേരം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് നമ്മളെല്ലാവരും ഒരു റൂമിലിരുന്നാണ് കണ്ടത്. പിന്നെ മോർണിംഗ് നമ്മൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടി പുഴ ഒഴുകുന്നത് കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഈ കാണുന്നതെല്ലാം ഓരോരോ കോട്ടേജുകളാണ്. നമ്മളെടുത്തിരുന്നത് സെപ്പറേറ്റ് ഡീലക്സ് റൂമാണ്. ഇത് കോട്ടേജുകളാണ് കേട്ടോ. ഇത് കുറച്ചുകൂടി ക്യാഷ് കൂടും. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടി എല്ലാം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതും കാണാൻ നല്ല ഭംഗിയാണ്. ഈ കൈവരികളുടെ 2 സൈഡിലല്ല, ഒരു സൈഡിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകാണ് കേട്ടോ. ഈ റിസോർട്ട് തുടങ്ങുന്നത് മുതൽ എൻഡ് വരെ ഇങ്ങനെ ഉണ്ട്. നല്ല ഭംഗിയാണ്. പിന്നെ ഇതാണ് ഈ റിസോർട്ടിൻ്റെ ബാക്ക് ഭാഗം കാണുന്നത് കേട്ടോ. ഇവിടെയാണ് നല്ലൊരു വ്യൂ കാണാൻ പറ്റും നമുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഭാഗത്ത് പോകാൻ കേട്ടോ. നമ്മൾ രാവിലെയാണ് പോയത്. ഇവിടെ മൊത്തത്തിൽ ബോട്ടിങ്ങിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് പക്ഷേ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അത് കുറച്ച് ബാക്കിലേക്കായിട്ടാണ്. അപ്പോൾ ഞാൻ കുട്ടികളെല്ലാവരെയൊക്കെ ഇരുത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായി. കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഉമ്മച്ചിനെയും എല്ലാവരും എടുത്തിട്ടുണ്ട്. ബിലാൽ കുരങ്ങിനെ പോലെ തൂങ്ങി കിടപ്പുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ. പിന്നെ ഉമ്മാക്ക് പേടിയായിട്ടിരിക്കണം കേട്ടോ ഈ ഒരു ഊഞ്ഞാലിൽ. സാധാരണ സാഹസികതയ്ക്ക് ഇഷ്ടമാണ്, എന്നാലും ഊഞ്ഞാലിൽ കയറിയത് പേടിയായിട്ടുണ്ട്. അങ്ങനെ പിടിച്ചൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പൂളിൻ്റെ ഭാഗങ്ങളിലേക്ക് തന്നെ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിട്ടാണ്. ഞാൻ പിന്നെ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പൂളിൽ. കുറച്ച് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇറങ്ങിയത്. നമുക്ക് ഇവിടെ നിന്ന് ചെക്കൗട്ട് ടൈം 12 മണി വരെയാണ് കേട്ടോ. അപ്പോൾ ബൈ, നമുക്ക് വീണ്ടും കാണാം.